ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവാണ് കേട്ടോ. അതിന് മുന്നേ നമുക്ക് കുറച്ച് സന്തോഷ വാർത്ത പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ 6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അത് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നുമല്ല, എന്നാലും നമുക്കത് വലിയൊരു സംഭവമാണ് കേട്ടോ. 6000 പേര് നമ്മുടെ ഫാമിലിയിലുണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവം തന്നെയാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ ഒത്തിരി പേരോട് ചോദിച്ചിരുന്നു. ഫ്രണ്ട്സിനും എല്ലാ റിലേറ്റീവ്സിനും ഒക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ അവരാരും അങ്ങനെ അധികം ആരും ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചാനൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരുപാട് പേരൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് നമ്മൾ വേറൊരു ചാനലിൽ പോയിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ നമ്മൾ ഒരു ചാനൽ കയറിയിട്ട് പറയാനായിട്ട് പാടില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് അപ്പോൾ നമുക്ക് അവർ ചിലപ്പോൾ അവരുടെ വീഡിയോ കണ്ട് നമ്മൾ അവർ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണാതെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇടുന്നത്. അത് പിറ്റേന്നാകുമ്പോൾ ഇപ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്കൊരു 5 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്ന് വെച്ചാൽ പിറ്റേന്ന് അതിൻ്റെ പകുതിയായിട്ട് അല്ലെങ്കിൽ അത് മൊത്തത്തിൽ തന്നെ പോകുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല നമുക്ക് ആവശ്യം കേട്ടോ. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മുടെ കൂടെ കൂടുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അല്ലാതുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് പോകും. അതുകൊണ്ട് പിന്നെ ആയപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. വേറൊരു ചാനലിൽ കയറിയിട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന അത്രയും ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 6000 പേര് നമുക്ക് നമ്മുടെ ഫാമിലിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ട് നമ്മൾ ഒരു ഗിവ് അവേ നടത്താമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഈ കാണിച്ചത് നമ്മുടെ പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. ഹാങ്ങിങ് മിൻകയാണ്, നല്ലൊരു കളറാണ് കേട്ടോ. അന്ന് പോട്ട് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നില്ലേ, ആ ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൽ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. ഇത് ഹാങ്ങിങ് മിൻകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നില്ലേ. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഹാങ്ങിങ് മിൻക എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷെയ്ഡിൽ തൂക്കിയിരുന്ന ആ ഭാഗത്ത് വെയിൽ കൂടുതൽ അടിക്കാത്തതുകൊണ്ട് പ്ലാന്റ്സ് അത്ര ഫ്ലവറൊന്നും ആവാതെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഞാനെടുത്ത് ഈ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്രയ്ക്ക് ഭയങ്കര ഭംഗിയായിട്ടൊന്നും വന്നിട്ടില്ല, കാരണം എല്ലാം പൂക്കളൊക്കെ ആയി ഇതുപോലെ വരുന്നതേ ഉള്ളൂ. മുകൾ ഭാഗത്താണെങ്കിൽ എല്ലാം നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഓരോ ദിവസം ഇതുപോലെ കാണുമ്പോഴും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല ഉച്ച സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ഇത്രയും പൂക്കളുള്ളപ്പോൾ ഇത്രയും സീഡും വരുമല്ലോ, കുറച്ച് താമസം വരും. എന്നാലും സീഡിൻ്റെ വീഡിയോയൊക്കെ സീഡിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ സീഡിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം സീഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയാം. അതായത് നമ്മൾ ഗിവ് അവേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിൻകയുടെ സീഡും, അതായത് മിക്സഡ് സീഡ്സും അതുപോലെ തന്നെ ബ്ലാക്ക് മൂണിൻ്റെ സീഡും കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 3 പേർക്ക് നമ്മൾ കൊടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ തുടർച്ചയായിട്ടൊരു 10 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ 10 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോയിൽ നമ്പർ കൊടുത്തേക്കും കേട്ടോ. വീഡിയോ 1, വീഡിയോ 2 അങ്ങനെ കൊടുത്തേക്കും. അങ്ങനെ 10 വീഡിയോ ഇടും. 11ാമത്തെ വീഡിയോയിലായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 വീഡിയോയും കണ്ട് അതിന് കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ചെയ്തതിന് ശേഷം
അവസാനം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ 10 വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ കമൻറ്റ് ചെയ്ത അത്രയും പേരുടെ പേരായിരിക്കും നമ്മൾ ഞറുക്കെടുക്കുന്നത് കേട്ടോ. എന്തായാലും ഞറുക്കെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനും ഇതുപോലെ ഒരുപാട് ചാനൽ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് പ്രൈസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഇതുപോലെ കമൻറ്റ് ചെയ്യും, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞാലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാലോ അവർ ലൈക്കൊന്നും അങ്ങനെ അടിക്കാനായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ കൂടി പോയാൽ ഒരു 10 15 പേരൊക്കെ ലൈക്ക് അടിച്ചെന്നിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ പ്രൈസൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താ നറുക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഒന്നുകൂടി പറയുവാണ് കേട്ടോ. നമ്മൾ 10 വീഡിയോ ഇടുന്നതായിരിക്കും. ആ 10 വീഡിയോയ്ക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 10 വീഡിയോയ്ക്കും കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 10 വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 വീഡിയോയ്ക്കും കമൻറ്റ് ഇട്ടാൽ മാത്രമേ അതിൽ ഏത് വീഡിയോ ആണെന്ന് പറയത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ട് ചെയ്തിട്ട് അതിലുള്ള അത്രയും ആ കമൻറ്റ് മൊത്തത്തിൽ എടുത്തിട്ട് അതിൽ നിന്ന് 3 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലാദ്യം വരുന്ന ഫസ്റ്റ് പ്രൈസ് വരുന്നവർക്ക് മിക്സഡ് സീഡ്സും അതുപോലെ തന്നെ ബ്ലാക്ക് മൂണിൻ്റെ സീഡും അതാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നവർക്ക് ബ്ലാക്ക് മൂണിൻ്റെ സീഡാണ് കേട്ടോ. പിന്നെ തേർഡ് വരുന്നവർക്ക് മിക്സഡ് സീഡ്സ്. അങ്ങനെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയുകയാണ് കേട്ടോ. നമ്മൾ 10 വീഡിയോ ഇടും. അപ്പോൾ അതിന് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ 10 വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ കമൻറ്റ് ഇട്ടവരെ ഞെറുക്കെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൽ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.